നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനം ഇന്ന് ഭക്തി നിർഭരം ആഘോഷിക്കുകയാണ് മലയാളികൾ. ഗുരുദേവന്റെ സമാധി ദിനം ആഘോഷിക്കാനുള്ളതാണോ അതോ ദുഃഖാചരണത്തിനുള്ളതാണോ എന്നൊരു സംശയം തോന്നിയേക്കാം. അതിനുള്ള ഉത്തരം സമാധിയെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതനുസരിച്ചായിരിക്കുമെന്നാണ് മറ്റാചാര്യന്മാർ പറയുന്നത്. സമ്യക്കായ ആധിയാണ് സമാധി. സമ്യക്ക് എന്നാൽ വേണ്ട രീതിയിലുള്ളത് എന്നർത്ഥം. ആധി എന്നാൽ ഇരിപ്പിടം എന്നും. സ്വന്തം ഇരിപ്പിടം എവിടെയാണെന്ന് കണ്ടെത്തി അതിൽ വേണ്ടവണ്ണം ഉറച്ചിരിക്കുന്ന അവസ്ഥയാണ് സമാധി. ശ്രീനാരായണ ഗുരുവിൻ്റെ തന്നെ ഒരു ഉപമ വെച്ച് പറഞ്ഞാൽ, ഒരു തിര സ്വന്തം ഇരിപ്പിടം സമുദ്രത്തിൽ കണ്ടെത്തി. താൻ സമുദ്രം തന്നെയാണെന്നറിഞ്ഞ് വർത്തിക്കുന്നത് തിരയുടെ സമാധിയാണ്. ശ്രീനാരായണ ഗുരു എന്ന തിര പരമമായ പൊരുളാകുന്ന ബ്രഹ്മമാകുന്ന കടലിൽ സ്വന്തം ഉണ്മ കണ്ടെത്തി. അതുതന്നെയായി വർത്തിക്കുന്ന അവസ്ഥയാണത്. അത് മരണമല്ലാത്ത അവസ്ഥയാണ്. പ്രപഞ്ചത്തിനും ജീവിതത്തിനും മനുഷ്യനും അവൻ്റെ തീരുമാനങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമെല്ലാം അടിസ്ഥാനമായിരിക്കുന്ന ഒരൊറ്റ സത്യമുണ്ട്. മേൽപ്പറഞ്ഞ സകലതുമായി രൂപം മാറുന്ന ആ സത്യത്തെ അടിസ്ഥാനമാക്കിയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ആ സത്യത്തെ കണ്ടെത്താൻ തന്നെ അറിഞ്ഞാൽ മതി. ഞാൻ ആര് എന്നറിയുന്നത് തന്നെയാണ് ആത്മജ്ഞാനം. ആ അറിവാണ് ഗുരുദേവൻ പകർന്നു നൽകിയതും. തുടർന്ന് ഗുരുവചനം കേൾക്കാം. ഈ ലോകം സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് കള്ളം പറയരുത്, സത്യം മാത്രം പറയുക. ശ്രീനാരായണ ഗുരുദേവൻ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. പ്രാഗ്പുണ്യാചലമാർഗദർശിത സുധാമൂർത്തി പ്രസന്ന ശിവ സോമ സദ്ഗുണസേവിതോ മൃഗധര പൂർണസ്തമോ മോചക ചേത പുഷ്കരലക്ഷിതോ ഭവതി ചേദാനന്ദ പാധോ നിധി പ്രാഗൽഭ്യേന വിജൃംഭത്തെ സുമനസാം വൃത്തിസ്തദാ ജായത്തെ. ഇനി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതം. ശ്രീ ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 38ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കിഴക്കൻ പർവ്വതത്തിന് മുകളിൽ അമൃതമൂർത്തിയായ ചന്ദ്രൻ പ്രസന്നനായി നക്ഷത്രങ്ങളാകുന്ന ഗണങ്ങളോടുകൂടി മൃഗധരനായി ഇരുട്ടിനെ നീക്കുന്നവനായി
ഉദിക്കുമ്പോൾ ആനന്ദസമുദ്രം വികസിതമാവുകയാണ്, ഉയരുകയാണ്. ചന്ദ്രോദയത്തിൽ സമുദ്രം ആനന്ദപൂർണമാകുന്നു. ആ സന്ദർഭത്തിൽ സജ്ജനങ്ങൾക്ക് ആനന്ദ അനുഭവം ഉണ്ടാകുന്നു. ഇതാണ് വാച്യാർത്ഥം. നമുക്ക് ലക്ഷ്യാർത്ഥത്തിലേക്ക് കടക്കാം. ചേത പുഷ്കരലക്ഷിതോ ഭവതി ചേത് ആനന്ദപാഥോ നിധി പ്രാഗദ്ഭ്യേന വിജൃംഭതേഷു മനസാം വൃത്തിസ്തദാ ജായതേ. നേരത്തെ പറഞ്ഞത് കിഴക്കൻ പർവ്വതത്തിന് മുകളിൽ ഉദിക്കുന്ന അമൃതമൂർത്തിയായ ചന്ദ്രനെയാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നു പൂർവ പുണ്യമാകുന്ന പർവ്വതം, അചലമായ പൂർവപുണ്യം, പൂർവപുണ്യത്താൽ പ്രദർശിതമാകുന്ന മാർഗത്തിൽ സാക്ഷാൽ സുധാമൂർത്തിയായ അമൃതമൂർത്തിയായ പരമാത്മാ പരമേശ്വരൻ ഉദിക്കുകയാണ്. താത്പര്യം പൂർവപുണ്യം കൊണ്ട് മാത്രമേ ഭഗവത് തത്വസാക്ഷാത്കാരത്തിലേക്ക് ഉയരാൻ കഴിയൂ. പൂർവപുണ്യം കൊണ്ട് മാത്രമേ ശുദ്ധഭക്തി ഉണ്ടാവൂ. അങ്ങനെ പൂർവപുണ്യമാകുന്ന അചലമായ പൂർവപുണ്യത്തിൻ്റെ അതിനാൽ ദർശിതമാകുന്ന മാർഗത്തിൽ സുധാമൂർത്തിയായ അമൃതമൂർത്തിയായ പരമാത്മാ പരമേശ്വരൻ പ്രസന്നൻ, അങ്ങേയറ്റം പ്രസന്നഭാവത്തോടുകൂടി പ്രശാന്തഭാവത്തോടുകൂടി ഈ പ്രപഞ്ച വികൃതികളൊന്നുമില്ലാതെ ഗുണങ്ങളുടെയോ ഭൂതങ്ങളുടെയോ അങ്ങനെയുള്ള യാതൊരു വൈഷമ്യവുമില്ലാതെ പ്രസന്നനായിട്ട് ശിവൻ, എങ്ങനെയുള്ള ശിവൻ? സോമസദൃശനായ ശിവൻ അഥവാ സോമനായ ശിവൻ. സോമൻ എന്നുള്ളതിന് നമ്മൾ വാച്യാർത്ഥം ചന്ദ്രൻ എന്നാണ് പഠിച്ചത്. സോമം അമൃതമാണ്, അമൃതത്തെ ധരിച്ചിരിക്കുന്നവനാണ് ചന്ദ്രൻ, അതുകൊണ്ട് ചന്ദ്രനും സോമനാണ്. ഇനി ശിവനും സോമൻ തന്നെയാണ്. ഉമയാ സഹ വർത്തതേ ഇതി സോമ, ഉമയോടൊത്തവൻ സോമൻ. ഇപ്പോൾ ചന്ദ്രനുമാണ് ശിവനുമാണ്. അപ്പോൾ ഇവിടെ ശിവൻ എന്നർത്ഥമെടുക്കാം. അപ്പോൾ സോമനായ ശിവൻ, ഉമയോടൊത്തവനായ ശിവൻ എങ്ങനെയുള്ളവനാണ്? സദ്ഗണങ്ങളാൽ സേവിതനായിട്ട്, ശിവഗണങ്ങളാൽ സേവിതനായിട്ട്, സമ്പൂർണ്ണ ഗണങ്ങളാലും സേവിതനായിട്ട്, ശിവഗണങ്ങൾ കൂടെയുണ്ട്. അങ്ങനെയുള്ള ശിവൻ മൃഗധരഹ, മൃഗത്തെ മാനിനെ ധരിച്ചിരിക്കുന്നവനായ ശിവൻ എങ്ങനെയുള്ള? പൂർണ്ണസ്തമോമോചക, അജ്ഞാനാന്ധകാരത്തെ മുഴുവൻ നീക്കുന്നവനായ, ആരുടെ ബോധോദയത്തിൽ അജ്ഞാനം പരിപൂർണമായി നശിക്കുന്നുവോ അങ്ങനെയുള്ളവൻ പൂർണ്ണസ്തമോമോചക, തമോമോചകനാണ്. നേരത്തെ ചന്ദ്രോദയത്തിൽ ഇരുട്ടിനെ നീക്കുന്നവനെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇത് ബാഹ്യമായ പ്രകാശാഭാവമല്ല, മറിച്ച് അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നീക്കുന്നവൻ, സകല അജ്ഞാന കാര്യങ്ങളെയും നീക്കുന്നവൻ. അതാണ് തമോമോചക. അവിടെ വിശേഷിച്ചും അജ്ഞാന കാര്യത്തോടുകൂടി നീക്കുന്നവൻ, പൂർണ്ണമായി നീക്കുന്നവൻ എന്ന് കാണിക്കാനാണ് പൂർണ്ണ ശബ്ദം ഉപയോഗിച്ചിട്ടുള്ളത്. പൂർണ്ണസ്തമോമോചക. ചേത പുഷ്കരലക്ഷിത ഭവതി ചേത്, ചേതപുഷ്കരലക്ഷിതനായാൽ ആ പരമേശ്വരൻ്റെ ആവിർഭാവം, ഉദയം, പ്രാഗട്യം അന്ധകരണമാകുന്ന പുഷ്കരത്താൽ ഉപലക്ഷിതമായാൽ, ദർശിതമായാൽ അവിടെ മനസ്സിനെ ഒരു താമരയായി കൽപ്പിച്ചു. ഇപ്പോൾ സാധകൻ്റെ മനസ്സാകുന്ന താമര, അതിനാൽ ഈ പരമാത്മോദയം, ഈ പരമേശ്വര പ്രാഗട്യം ലക്ഷിതമായാൽ, ദർശിതമായാൽ, ചേത് ആയാൽ ആനന്ദ പാഥോനിധി, പാഥസാം നിധി, ജലനിധി, സമുദ്രം. എങ്ങനെയുള്ള സമുദ്രം? ആനന്ദസമുദ്രം. ആനന്ദസമുദ്രം വിജൃംഭതേ. ഇവിടെ ചിന്തനീയമായത്
ഇതര വിപരീതങ്ങളായിരിക്കുന്ന സകല വിഷയങ്ങളുടെയും ജ്ഞാനത്തിന് വൃത്തി അനിവാര്യമാണ്. വൃത്തി അന്ധഃകരണത്തിലുള്ള വിഷയാകാര പരിണാമമാണ്. അതുപോലെ ആത്മബോധത്തിനും വൃത്തി അനിവാര്യമാണ്. ആത്മാകാര വൃത്തി ഉദിക്കുന്നത് മറ്റെല്ലാ വൃത്തികളും അടങ്ങുമ്പോഴാണ്. അഥവാ ആത്മാകാര വൃത്തി ഉദയത്തിൽ മറ്റെല്ലാ വൃത്തികളും അപ്രസക്തമാകുന്നു. ഈ ആത്മാകാര വൃത്തിയിലാണ് സാധകൻ ആത്മബോധത്തിലേക്ക് ഉയരുന്നത്. അപ്പോൾ ഇപ്രകാരം അന്ധഃകരണമാകുന്ന താമരയിൽ ഭക്തൻ്റെ ഉള്ളിൽ പൂർവപുണ്യത്തിൻ്റെ ഫലമായിട്ട് ശിവഭാവം പ്രകടമായാൽ അത് അന്ത്യമായ പരമമോക്ഷപ്രദമായ വൃത്തിയുടെ ആത്മവൃത്തിയുടെ ഉദയത്തിന് കാരണമാകുന്നു. ഇതിൽ പരം എന്താണൊരു സാധകന് വേണ്ടത്? വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും നല്ലപോലെ മനനം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്. തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് വൈദിക ക്രിയകളെയും ക്ഷേത്രങ്ങളിലെ ആരാധനക്രമങ്ങളെയും കുറിച്ചുള്ള ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിലേക്ക്. ക്ഷേത്രാരാധനാ സമ്പ്രദായങ്ങളിലെ വൈദിക സ്വാധീനം എന്ന് പറയുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. ആദിമകാലത്ത് മനുഷ്യൻ അവൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത് പ്രകൃതി ശക്തികളിൽ നിന്നായിരുന്നു. മനുഷ്യനിൽ നിന്ന് അതീതമായ എന്തോ ഒരു ശക്തി ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നുണ്ട് എന്നുള്ള ഒരു ആദിമ മനുഷ്യൻ്റെ ത്വരയിൽ നിന്നാണ്, ആ അന്വേഷണത്തിൽ നിന്നാണ് അവൻ പ്രകൃതി ശക്തികളെ ഉപാസിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന ഒരു രീതിയിലേക്ക് കടന്നു ചെന്നിട്ടുള്ളത്. വൈദികമായിട്ടുള്ള യാഗങ്ങൾ, യജ്ഞങ്ങൾ മുതലായവയൊക്കെ ഇത്തരത്തിൽ തുടങ്ങിയിട്ടുള്ള പ്രകൃതി ശക്തിയെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായങ്ങളെയാണ് പ്രധാനമായും പിന്തുടർന്നിട്ടുള്ളത്. ഇതിനെ സാമാന്യമായിട്ട് നിർഗുണോപാസന എന്നാണ് പറയാറുള്ളത്. ഇത്തരത്തിൽ പ്രകൃതി ശക്തികളായിട്ട് രൂപം കൊണ്ടിട്ടുള്ള ശക്തികൾക്ക് പിൽക്കാലത്ത് അന്നത്തെ ആദിമ മനുഷ്യൻ ഓരോ ദേവതകളുടെ പേരും അതിൻ്റെ സ്വഭാവങ്ങൾക്കനുസരിച്ച് ഓരോ ദേവതകളുടെ പേരും ധർമ്മവും ഒക്കെ നൽകി. ഇപ്രകാരമാണ് അഗ്നി, യമൻ, നിരർതി, വായു, വരുണൻ, ഈശാനൻ, സോമൻ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള പ്രകൃതി ദേവതകളെ ആരാധിക്കുന്ന സമ്പ്രദായം അന്ന് മനുഷ്യൻ ആരംഭിച്ചത്. ഇതേ ആരാധനാ സമ്പ്രദായങ്ങൾ പിൽക്കാലത്ത് തന്ത്രശാസ്ത്രത്തിലേക്ക് വികസിച്ചപ്പോഴും ഇതേ സമ്പ്രദായങ്ങളെ അവർ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഈ പ്രകൃതി ശക്തികളെ ആകത്തുക അത്തരത്തിലുള്ള പ്രകൃതി ശക്തികളെ കൃത്യമായി ഏതെങ്കിലും ഒരു മൂർത്തിയിലേക്ക് സമ്മേളിപ്പിക്കുകയും ആ മൂർത്തി കേന്ദ്രീകൃതമായിട്ടുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ ക്ഷേത്രങ്ങളിൽ ആരംഭിക്കുകയും ചെയ്തു. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ മൂർത്തികളുടെ അവൻ്റെ ഉപാസനാതലത്തിൽ അവൻ്റെ ചിന്തകളിൽ വിരിഞ്ഞ അവന് ഏറ്റവും കൂടുതൽ പ്രാപ്യമായ ദേവതകളെ പ്രത്യേകിച്ചുള്ള രൂപങ്ങൾ നൽകി പ്രത്യേകിച്ചുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ കൊടുത്തുകൊണ്ട് ക്ഷേത്ര സംവിധാനമാക്കി ചിട്ടപ്പെടുത്തുകയും ആ ക്ഷേത്ര വിധാനത്തിൽ അവരെ കുടിയിരുത്തുകയും ചെയ്തു. ആ ഘട്ടത്തിലും വൈദികമായിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രകൃതി ശക്തികളെ ആരാധിക്കുന്ന ആ സമ്പ്രദായങ്ങളെ പിന്തുടരുന്ന കാര്യത്തിൽ അവൻ വീഴ്ച വരുത്തിയില്ല എന്ന് ക്ഷേത്ര ആരാധനാ സമ്പ്രദായങ്ങളുടെ സൂക്ഷ്മവശങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ച ഇന്ദ്രാദി ദിക്പാലകരെ, ഇന്ദ്രൻ, അഗ്നി, യമൻ, നിരർതി, വരുണൻ, വായു, സോമൻ, ഈശാനൻ തുടങ്ങിയിട്ടുള്ള പ്രകൃതി ദേവതകളെ, പ്രകൃതിയുടെ അല്ലെങ്കിൽ ദിക്പാലക ദേവതകളെയൊക്കെ ഈ ക്ഷേത്ര സങ്കേതങ്ങളിൽ കുടിയിരുത്തുന്നതിനും ഇതോടനുബന്ധിച്ച് പ്രധാന മൂർത്തിയുടെ പരിവാര ദേവതകളാക്കി സങ്കല്പിക്കുന്നതിനും അന്നത്തെ മനുഷ്യൻ വളരെ ശക്തമായി അല്ലെങ്കിൽ തന്ത്രശാസ്ത്രത്തിൻ്റെ കേരളീയമായ രീതിയിലേക്ക് ഒരു ക്ഷേത്ര ആരാധനാ സമ്പ്രദായങ്ങളിലേക്ക് വന്നപ്പോഴും ഈ ആരാധനാ പദ്ധതികളെ കൈയൊഴിയാതെ തന്നെ കൊണ്ടു നടക്കുന്നതിന് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന ഈ ക്ഷേത്ര ക്രമങ്ങളെ, ക്ഷേത്ര ചിട്ടകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഗംഗയെ മൗലിയിൽ ചൂടിയും മണിനാഗത്തെ ഹാരമായി ചാർത്തിയും മേനിയിൽ ഭസ്മമണിഞ്ഞിടും എൻ്റെ ശ്രീ പരമേശ്വര പാഹിമാ.
ത്രികാലജ്ഞാനികളായ മഹാഗുരുക്കന്മാർ തങ്ങളുടെ ആത്മബോധത്തിലൂടെ ഈശ്വരന്റെ സാന്നിധ്യം നിരന്തരം തിരിച്ചറിയുന്നവരാണല്ലോ. ഭഗവാൻ ഏത് രൂപത്തിൽ, ഏത് നാമത്തിൽ, ഏതൊക്കെ ദേശത്ത് വിളങ്ങുന്നുവെന്നും കാലാന്തരങ്ങളിൽ ഭഗവാന്റെ ശക്തി വൈഭവം നിറയുന്നത് ഏതൊക്കെ ക്ഷേത്രങ്ങളിലായിരിക്കുമെന്ന് വരെ മുൻകൂട്ടി തിരിച്ചറിയുന്നവരാണല്ലോ ആത്മജ്ഞാനികളായ മഹാഗുരുക്കന്മാർ. ഇവിടെ ശ്രീനാരായണ ഗുരു പുനഃപ്രതിഷ്ഠ നടത്തി നിർമ്മിച്ച അരുമാനൂർ ശ്രീ നയിനാർ ശിവക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ ചരിത്ര കഥകളുണ്ട്. അരുമാനൂർ എന്ന ഗ്രാമത്തിലെ ഓരോ ജനിമൃതികളിലും മഹാദേവന്റെ ചൈതന്യം അറിഞ്ഞനുഭവിക്കാനുള്ള നിയോഗമുണ്ടായി എന്നു തന്നെ പറയാം. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ സ്പർശനത്താൽ പുനർനിർമ്മിതമായ ഈ ക്ഷേത്രം അരുമാനൂരിന് ഋതുഭേദങ്ങളില്ലാത്ത ഉത്തരായന കാലം നൽകുന്നു എന്നതാണ് സത്യം. ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകളുടെ ഇടവേളകളിൽ ശ്രീനാരായണ ഗുരുവും ധ്യാനിക്കുവാനുള്ള ഇടങ്ങളിലൊന്നായി അരുമാനൂരിലും എത്തി. പാടാൻ പഠിപ്പിച്ച പൊൻകതിർ പ്രഭ ചൂടും പാവന ക്ഷേത്രമേ, ഞങ്ങളോടരുളുന്നു, ഞങ്ങൾ അറിയുന്നു. ശിവപാർവതി ചൈതന്യം തിരിച്ചറിഞ്ഞ് ക്ഷേത്ര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഗുരു തുടക്കം കുറിക്കുകയായിരുന്നു. അരുമാനൂർ ശ്രീ നയിനാർ ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതരായിട്ടുള്ള നായിനാരും നാച്ചിയാരും കിരാതവേഷത്തിൽ ഭക്താനുഗ്രഹത്തിനായി പുറപ്പെടുന്ന ഭാവത്തിൽ സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഞങ്ങൾ അണയും കുഞ്ഞോളങ്ങളിൽ അർജുനനെ പരീക്ഷിച്ച് തന്നെക്കാൾ ഒരു വില്ലാളി ഇല്ലെന്നുള്ള അഹങ്കാരം ശമിപ്പിച്ച് പാശുപതാസ്ത്രം നൽകുന്നതിന് പാർവതിയുടെ പ്രേരണ പ്രകാരം ശിവനും ഭഗവതിയും കാട്ടാളവേഷം ധരിച്ച് പുറപ്പെടുന്ന ഭാവത്തിലാണ് ഇവിടെ നായിനാർ നാച്ചിയാർമാരെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അർജുനന് അഭീഷ്ടസിദ്ധിയുണ്ടായത് പാർവതിയുടെ പ്രേരണ കൂടിക്കൊണ്ടായിരുന്നത്രേ. ഇവിടെ നായിനാർ ദേവന്റെ അനുഗ്രഹാശിസുകൾ ലഭിക്കുന്നതിന് നാച്ചിയാർ ഭഗവതിയെ കൂടി ഭജിച്ച് പ്രസാദിപ്പിക്കേണ്ടതാണ്. ശ്രീ നയിനാർ ദേവനെയും നാച്ചിയാർ ഭഗവതിയെയും അല്പം പോലും അഹങ്കാരമില്ലാതെ ഹൃദയപൂർവ്വം ഭജിച്ച് പ്രസാദിപ്പിച്ചാൽ ധാർമ്മികമായ എല്ലാവിധ അഭീഷ്ടങ്ങളും ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഭക്തജനങ്ങൾക്ക് നിത്യേന അനുഭവത്തിലുള്ള യാഥാർത്ഥ്യമാണത്. ഇവിടെ എല്ലാ വർഷവും ആയില്യപൂജ നടത്തി വരാറുണ്ട്. നാഗദൈവങ്ങൾക്ക് 100 പാലും അഭിഷേകങ്ങളും നടത്തുവാൻ 100 കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. കിരാതഭാവത്തിൽ കുടികൊള്ളുന്ന ദേവനും ദേവിക്കും ഉപദേവങ്ങളായ നാഗങ്ങൾക്കും
സർവാചാരാനുഷ്ഠാനങ്ങളോടുകൂടി അതിപ്രാധാന്യത്തോടെ തന്നെയാണ് ഇവിടെ പൂജ നടത്തി വരുന്നത്. താലങ്ങളിൽ അവിലും നാളികേരവും പഴവും നിറച്ച് നാഗദൈവങ്ങൾക്ക് നിവേദ്യമായി നിരനിരയായി വച്ച് സർവദോഷ പരിഹാരങ്ങൾക്കും പാപമോക്ഷങ്ങൾക്കും വേണ്ടി ഭക്തജനങ്ങൾ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രത്തിന് കിഴക്കുവശത്തുകൂടി ഒഴുകുന്ന പുഴ ക്ഷേത്രക്കുളമായി സങ്കല്പിക്കുന്നു. അരുമാനൂർ ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന പുഴയും അരുമാനൂർ ക്ഷേത്രവുമൊക്കെ പൂർവ്വസ്മൃതികളിൽ അനിർവചനീയമായ പ്രകൃതിയുടെ സുന്ദര കേദാരഭൂമിയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. കാൽപ്പനികതയുടെയും ഭക്തിയുടെയും ആനന്ദത്തിന്റെയും താളവും ലയവും ഉണ്ടായിരുന്ന ഈ ഭൂമിയുടെ പല ഋതുസംക്രമങ്ങളും അനുഭവിച്ചറിയാൻ മഹാകവി കുമാരനാശാനെ പോലെ പല വിഖ്യാത കലാകാരന്മാരും സന്ദർശനം നടത്തി അരുമാനൂരിനെ പുണ്യഭൂമിയാക്കി മാറ്റിയിരുന്നുവെന്നാണ്. ക്ഷേത്രത്തിനു പുറത്തായി ശ്രീനാരായണ ഗുരുദേവനും ഒരു ക്ഷേത്രം ഭക്തർ സമർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഗുരുദേവന് നിത്യപൂജകൾ നടത്തി വരുന്നുണ്ട്. അരുമാനൂരിന്റെ സന്ധ്യകൾ ശിവമന്ത്രങ്ങളാൽ നിറയുമ്പോൾ ദേവനും ദേവിക്കും ദീപാരാധന വേളയായി. ഇഹത്തിലും പരത്തിലുമുള്ള മോക്ഷമാർഗങ്ങൾക്കായി ദേവിയിലും ദേവനിലേക്കും ലയിച്ചു ചേരുവാനായി പ്രകൃതിയും മനുഷ്യരും മന്ത്രാക്ഷരങ്ങളാൽ മുഴുകി. ഇനി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ദേവനായ ആദി കൈലാസനാഥന്റെ നടനഭൂമിയാകുന്നു അരുമാനൂരിന്റെ ഹൃദയം. ഭജേഹം ശിവോ